കായംകുളം CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കാൻ വായ്പ എടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പത്രത്തിന് ക്വാട്ട തികയ്ക്കാൻ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തതോടെ ഒട്ടേറെ CPM പ്രവർത്തകർ കടക്കെണിയിലായി. വരിക്കാരെ കൂട്ടാൻ നിർദ്ദേശം നൽകിയ നേതാക്കൾ കൈയൊഴിഞ്ഞതായും പരാതിയുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നു. നിഷ, കായംകുളം CPM പൊട്ടിത്തെറി, ഈ മൂന്ന് വാക്കുകൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. കായംകുളം CPM-ൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ പുതിയ പ്രശ്നം അത് പ്രശ്നമായി മാറിയത് എപ്പോഴാണ്? പിന്നെ തീർച്ചയായും കായംകുളം CPM വിവാദങ്ങളുടെ കേന്ദ്രം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോൾ പാർട്ടി 3ാം സ്ഥാനത്തായ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ആ വിവാദങ്ങൾ പോലും കെട്ടടങ്ങിയിട്ടില്ല. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും പുതിയ വിവാദം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കാൻ വായ്പ എടുത്തവർ കടക്കണിയിലായിരിക്കുന്നു. പാർട്ടി സഖാക്കൾ തന്നെയാണ് കടക്കണിയിലായിരിക്കുന്നത്. ഈ വായ്പ എടുക്കാൻ അല്ലെങ്കിൽ ഈ പത്രത്തിന് ദേശാഭിമാനിക്ക് വരിക്കാരെ ചേർക്കാൻ അണികളോട് പറഞ്ഞ പാർട്ടി നേതൃത്വം ഇപ്പോൾ അവരെ കൈയൊഴിഞ്ഞ ഒരവസ്ഥയാണ്. പാർട്ടി നേതൃത്വത്തോട് പലതവണ പരാതി പറഞ്ഞിട്ടും അവർ അത് കേൾക്കാതെ വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കായംകുളത്തെ പാർട്ടി പ്രവർത്തകർ. 78 വയസ്സുള്ള മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് മാത്രം 50,000 രൂപയുടെ കുടിശ്ശികയാണ് വന്നിരിക്കുന്നതെന്നും ഈ പോസ്റ്റിന്റെ താഴെയുള്ള കമന്റുകളിലൊക്കെ ഉണ്ട്. എന്തായാലും വലിയ ഒരു വിവാദത്തിന് തന്നെയാണ് ഇപ്പോൾ കൊളുത്തിയിരിക്കുന്നത്. ദേശാഭിമാനി പത്രത്തിന് കോട്ട തികയ്ക്കാൻ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തിരുന്നു. വരിക്കാരിൽ നിന്നും മാസം തോറും പിരിച്ചെടുത്ത് ഈ സഹകരണ സംഘത്തിലേക്ക് അടയ്ക്കണമെന്ന ആ ഒരു നിർദ്ദേശത്തെ അനുസരിച്ചാണ് ഇത്തരത്തിൽ പല ആളുകളും വായ്പ എടുത്ത് വരിക്കാരെ ചേർത്തത്. പക്ഷേ ഇപ്പോൾ ആ വരിസംഖ്യ കിട്ടുന്നില്ല. എല്ലാവരും തന്നെ കടത്തിലായിരിക്കുന്നു. ഈ 78 വയസ്സുള്ള മുൻ ലോക്കൽ കമ്മിറ്റി അംഗം മറ്റൊരു ബാങ്കിൽ വായ്പയ്ക്കായി ചെന്നപ്പോൾ വായ്പ നിഷേധിക്കപ്പെട്ടു. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതും ഇതൊക്കെ പുറത്തറിയാൻ കാരണമായിരിക്കുന്നത്. കൃഷ്ണപുരത്ത് ഒരു വാർഡിൽ മാത്രം 9 CPM പ്രവർത്തകർക്ക് ഈ ദേശാഭിമാനി പത്രത്തിന് വരിക്കാരെ ചേർത്തതിൽ വലിയ ബാധ്യത വന്നിട്ടുണ്ട്. നിരവധി പേർ കടക്കണിയിലായതായാണ് വിവരം. എന്തായാലും പത്രവരിക്കാരെ ചേർത്തതിൽ കുടിശ്ശിക കാരണം പുതിയ വായ്പകൾ ലഭിക്കുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ കായംകുളം CPM-ൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ശരി നിഷ.